2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിനെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ. ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഇതിനായി നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കുകയായിരുന്നു സഞ്ജു. കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ICC ടൂർണമെന്റിൽ സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തിന് നറുക്ക് വീണത്. ഋഷഭ് പന്താണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ. ഇത്തവണത്തെ ലോകകപ്പിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കായിരുന്നു ഇന്ത്യൻ ടീമിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്നത്. ജിതേഷ് ശർമ്മ, KL രാഹുൽ, ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ എന്നിവരും ലോകകപ്പ് ടിക്കറ്റിനായി രംഗത്തുണ്ടായിരുന്നു. IPL പ്രകടനമാണ് ലോകകപ്പ് സെലക്ഷനിലേക്കുള്ള മാനദണ്ഡമായി സെലക്ഷൻ കമ്മിറ്റി പരിഗണിച്ചത്. IPL മുമ്പ് വരെ ജിതേഷ് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുകയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. പക്ഷേ IPL പ്രകടനം താരത്തെ പിന്നോട്ടേക്ക് അടുപ്പിച്ചു. രാജസ്ഥാൻ റോയൽസിനായി കരിയർ ബെസ്റ്റ് പ്രകടനത്തോടുകൂടിയാണ് ലോകകപ്പ് ടിക്കറ്റ് സഞ്ജു പിടിച്ചു വാങ്ങിയത്. 15 ഇന്നിംഗ്സുകളിൽ നിന്നും അദ്ദേഹം അടിച്ചെടുത്തത് 531 റൺസ്. 5 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടും. 2013 മുതൽ IPL കളിക്കുന്നുണ്ടെങ്കിലും ഒരു സീസണിൽ 500+ റൺസ് ഇത്രയും അധികം 50കളും സഞ്ജു നേടിയത് ഇതാദ്യമായിട്ടാണ്. മുൻ സീസണുകളെ അപേക്ഷിച്ച് കൂടുതൽ പക്വതയുള്ള ഇന്നിംഗ്സുകളാണ് ഇത്തവണ സഞ്ജു കളിച്ചതെന്ന് പറയാം. നേരത്തെയുള്ള സീസണുകളിൽ ക്രീസിലെത്തിയ ശേഷം ഉടൻ തന്നെ റെസ്ക്യൂ ഷോട്ടുകൾ കളിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇത് പലപ്പോഴും പുറത്താവലുകളിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ സഞ്ജു ഈ ശൈലി പൂർണ്ണമായും മാറ്റി. തുടക്കത്തിൽ സിംഗിളുകൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. മോശം ബോളുകളിൽ മാത്രമേ സഞ്ജു വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കുകയും ചെയ്തുള്ളൂ. ലോകകപ്പ് സെലക്ഷനെക്കുറിച്ച് വളരെ വികാരാധീനായിട്ടാണ് സഞ്ജു സംസാരിച്ചത്. എന്നെ സംബന്ധിച്ച് ഇത് വളരെ വൈകാരികമായ കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം ലഭിക്കുമെന്ന് ഞാൻ അധികം പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അടുത്തല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഈ IPL എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ എനിക്കതിന് സാധിക്കുകയെന്നും ബോധ്യമുണ്ടായിരുന്നതായി സഞ്ജു വ്യക്തമാക്കുന്നു. അതിനുവേണ്ടി ഞാനെടുത്ത തീരുമാനം ഫോൺ ഉപേക്ഷിക്കുക എന്നതായിരുന്നു. ഒരുപാട് തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടി ഫോൺ പൂർണ്ണമായും വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. കഴിഞ്ഞ 2-3 മാസങ്ങളായി എൻ്റെ ഫോൺ ഓഫായിരുന്നു. എനിക്ക് പൂർണ്ണമായും ഗെയിമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരുന്നു. ക്രീസിലെത്തിയ ശേഷം ടീമിന് വേണ്ടി ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മത്സരങ്ങൾ വിജയിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിയെടുക്കാൻ അതുതന്നെ സഹായിക്കുമെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2020 ടീമിന് വേണ്ടി ലോകകപ്പിൽ കളിക്കണമെങ്കിൽ സ്പെഷ്യലായി എന്തെങ്കിലും കൂടിയേ തീരൂ. എന്നിൽ അതുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയാണ് വേണ്ടിയിരുന്നത്. കാര്യങ്ങൾ മാറുമെന്നും വിശ്വസിക്കേണ്ടിയിരുന്നു. സ്വന്തം പ്രതിഭയോട് നീതി പുലർത്താൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ രാജ്യത്തിനും ഞാൻ ഏറെ പ്രയോജനപ്പെടുമെന്ന് അറിയാമായിരുന്നു. ഞാൻ അതിന് തയ്യാറാണ്. രാജ്യത്തിനു വേണ്ടി മികച്ച സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് കരുതുന്നതായും സഞ്ജു പറയുകയും ചെയ്തു.